கேரளாவின் வயநாட்டில் ஏற்பட்ட நிலச்சரிவில் 4 பேர் உயிரிழந்த நிலையில் அதன் பதற வைக்கும் சிசிடிவி காட்சிகள் தற்போது வெளியாகியுள்ளன. இந்த போர விபத்திலிருந்து 5 பேர் நூலிழையில் தப்பியோடும் காட்சிகள் அதில் பதிவாகியுள்ளன. வயநாட்டின் கள்ளாடி பகுதியில் உள்ள மீனாட்சி பாலம் அருகே இன்று காலை இந்த பயங்கர நிலச்சரிவு ஏற்பட்டது. வயநாடு கள்ளாடி சுரங்கப்பாதை பணிகள் நடக்கும் இடத்தில் இந்த விபத்து நடந்துள்ளது. பாலத்தின் அருகே இருந்த ஒரு குன்று கட்டுமான பகுதி மீது மொத்தமாக சரிந்து விழுந்தது. இதில் சுரங்கப்பாதை பணிக்காக வெட்டி வைக்கப்பட்டிருந்த மண் சரிந்து விபத்து ஏற்பட்டதாக கூறப்படுகிறது. இந்த விபத்தில் வெளிமாநில தொழிலாளர்கள் 4 பேர் உயிரிழந்ததாக தற்போது உறுதி செய்யப்பட்டுள்ளது. பலி எண்ணிக்கை மேலும் உயரக்கூடும் என அஞ்சப்படுகிறது. மண்ணுக்கடியில் இன்னும் எத்தனை பேர் சிக்கியுள்ளனர் என்பது குறித்து தெளிவான தகவல் இல்லை. காயமடைந்த 9 பேர் மருத்துவமனையில் அனுமதிக்கப்பட்டுள்ளனர். மேலும் 6 பேரை காணவில்லை. அவர்களை தேடும் பணிகள் தீவிரமாக நடந்து வருகின்றன. தொழிலாளர்களை ஏற்றி வந்த 2 பேருந்துகளும் மண்ணில் புதைந்துள்ளன. சுரங்கப்பாதைக்காக கட்டப்பட்டிருந்த கான்கிரீட் சுவரும் இடிந்து விழுந்துள்ளது. கடந்த சில நாட்களாக வயநாடு மாவட்டத்தில் கனமழை பெய்து வந்த நிலையில் இந்த நிலச்சரிவு ஏற்பட்டுள்ளது. விபத்து நடந்த பகுதிக்கு உடனடியாக செல்லுமாறு அமைச்சர்களுக்கு கேரள முதலமைச்சர் உத்தரவிட்டுள்ளார். സുരക്ഷിതമായ രീതിയിൽ ഒരു സംവിധാനം ആ മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ടിരുന്ന മണ്ണുകൾ നീക്കം ചെയ്താണ് നിർദ്ദേശം നൽകിയെങ്കിലും അക്കാര്യത്തിൽ ഉൾപ്പെടെ ഗുരുതരമായ വീഴ്ച നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കേണ്ടതായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഏതായാലും ഇവിടെ അത്തരം പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. പല സമുദായ കൊണ്ട് തന്നെയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത്. മഴ ഇപ്പോൾ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് അതുപോലെ ഈ രക്ഷാപ്രവർത്തനം പോലും മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ദുരന്തം ഈ തുരങ്ക നിർമ്മാണ പാതയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിസ്ഥിതി ലോല മേഖലയാണ് ഇതെല്ലാം തന്നെ. നേരത്തെ ഈ തുരങ്കപാതയുടെ വരുന്നതിനെതിരെയൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നതുമാണ്. പക്ഷേ അപ്പോഴൊന്നും തന്നെ അതിനെ കാര്യമായി ഗൗരവിച്ചില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഒരു വലിയ ദുരന്തത്തിൽ കൂടി ഇപ്പോൾ സാക്ഷിയാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രദേശക്കാർ മാറി അല്ലെങ്കിൽ അത്ര സാക്ഷിയാകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും അനൂപ് ആശങ്ക നിലനിൽക്കുന്നത് മണ്ണിനടിയിൽ പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് തന്നെയാണ്. നിർമ്മാണ കമ്പനി നൽകിയിട്ടുള്ള ഒരു കണക്ക് ഒഴിച്ചാൽ മറ്റൊരു കണക്ക് ആളുകൾക്ക് മുൻപിൽ അല്ലെങ്കിൽ നമുക്ക് മുൻപിൽ ഇല്ല. ഏതെങ്കിലും തരത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഈ തൊട്ടടുത്ത 900 കണ്ടി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയുണ്ട്. അങ്ങോട്ട് എത്തുന്ന ആളുകളൊക്കെ തന്നെ സഞ്ചരിക്കുന്ന മേഖലയാണ്. അത്തരത്തിലുള്ള ആളുകളുണ്ടോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അപ്പോഴും ബാക്കിയാണ്.
ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ആ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ നിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന ഭാഗത്തേക്ക് ഇപ്പോഴും മണ്ണ് നീക്കൽ നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ആ ഭാഗത്തേക്ക് മണ്ണ് നീക്കി എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്നത് വരെ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന ആശങ്ക തുടരുക തന്നെ ചെയ്യും. മാത്രവുമല്ല താഴെ ഭാഗത്തേക്ക് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുള്ള ഭാഗത്തൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം വളരെയധികം ദുഷ്കരമാണ്. മണ്ണ് നീക്കുക ദുഷ്കരമാണ്. അതിനിടയിൽ വലിയ പാറക്കെട്ടുകൾ ഉൾപ്പെടെ ഉണ്ട് താഴെ ഭാഗത്തേക്ക്. അതായത് മണ്ണ് ഇടിഞ്ഞു വന്ന് റോഡ് കടന്ന് താഴേക്ക് പതിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് വലിയ പാറക്കെട്ടുകളൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പോൾ വളരെയധികം ആശങ്ക നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഏതായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതിനനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നുണ്ട്. അനൂപ്, അപ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാകുന്നു ഇപ്പോൾ സുദിഷ ധർമ്മൻ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ 4 പേർ മരണപ്പെട്ടതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ സഞ്ചാരപാത ഇപ്പോൾ ക്ലിയറാക്കുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായി ഇപ്പോൾ മണ്ണ് വന്നടിഞ്ഞിരുന്നു. ആ മണ്ണ് ഇപ്പോൾ ക്ലിയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം സാധ്യമാകുന്ന രീതിയിലേക്ക് ആ പാത മാറിയിട്ടുണ്ട്. ഷാജഹാൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാജഹാൻ, 4 ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത്.